ഹലോ മൈ ഡിയേഴ്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ചെമ്മീൻ കറിയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റിയും വളരെ എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ കറിയാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ഒന്ന് ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ഇനി കറിക്ക് ആവശ്യമായിട്ട് ഞാൻ 1 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതിന്റെ തോടൊക്കെ കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതുപോലെ നല്ല വൃത്തിയുള്ള ചെമ്മീനാണ്. നല്ല വൃത്തിയുള്ള ചെമ്മീനും വളരെ ടേസ്റ്റിയും കൂടിയാണ്. അപ്പൊ ഇതിനാവശ്യമുള്ള പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ്, പിന്നെ ഗരം മസാലപ്പൊടി, അത് പിന്നീട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇപ്പോൾ ഞാൻ കേടും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കാം. കേടൊക്കെ ചേർക്കുവാണെങ്കിൽ ഈ ചെമ്മീൻ്റെ ഒരു വാട ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് മാറിക്കിട്ടും. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ചേർക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും കൂടിയാണ്. ഇനി ഇത് നമുക്ക് കുറച്ച് സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ വേവാൻ ആവശ്യത്തിലുള്ള വെള്ളം കൂടി നമ്മൾക്ക് ഇതിൽ ഇപ്പൊ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് കറിവേപ്പിലയും കൂടി, പച്ചക്കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേവിക്കാൻ അങ്ങോട്ട് സ്റ്റൗവിലോട്ടേക്ക് വെക്കാം. ഇതൊക്കെ കുറച്ച് വേവുള്ളതാണല്ലോ, അപ്പൊ കുറച്ച് സമയം എടുക്കുവേ. അപ്പൊ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നത്തൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ 1 കിലോ നത്തൽ എടുത്തിട്ടുണ്ട്. നത്തലി മീൻ ഇത് മുഴുവനും ഫ്രൈ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾക്ക് അത് മസാലയൊക്കെ പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇനി ഇതിനാവശ്യമുള്ള പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും പിന്നെ സോയാ സോസും, ഇത് രണ്ടും കൂടി ചേർക്കുവാണെങ്കിൽ മീൻ ഫ്രൈക്കൊക്കെ നല്ലൊരു ടേസ്റ്റും കൂടിയാണ്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു ഫ്ലേവറിന് ഞാൻ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി എടുത്തു വെക്കാം. അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, ആ ചെമ്മീനൊക്കെ വെന്തോന്നൊന്ന് നോക്കാം. കണ്ടില്ലേ, ചെമ്മീനൊക്കെ വെന്ത് വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ കുറച്ച് വേവുണ്ടല്ലോ, അപ്പൊ അത് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഇച്ചിരി കൂടെ അത് വേവട്ടെ. അപ്പോഴത്തേക്കും നമ്മൾക്ക് ചെമ്മീന് വേണ്ടിയുള്ള ഗ്രേവി നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിനാവശ്യമായിട്ട് ഞാൻ ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ കരിവേപ്പില, പച്ചമുളക്, ഉള്ളി, തക്കാളി, ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പൊ ഉള്ളിയൊക്കെ ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്ത് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നെങ്കിൽ നമുക്ക് കറിയൊക്കെ വേഗം എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം നമുക്ക് എണ്ണയിലോട്ടേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനായി ഞാൻ ആദ്യം തന്നെ പച്ചമുളകും, ഇഞ്ചിയും, വെളുത്തുള്ളിയും, കരിവേപ്പിലയും കൂടിയാണ് ഈ എണ്ണയിലോട്ടേക്ക് ഇടുന്നത്. അപ്പൊ അതൊക്കെ ഈ എണ്ണയിൽ തന്നെ മൂത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റും കൂടിയാണ് കറികൾക്ക്. അപ്പൊ ഇതെല്ലാം ഇതിലോട്ടേക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വേണേ ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ, എന്നെങ്കിലേ വേഗം മൂത്ത് വരുള്ളൂ. അപ്പൊ ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ഒന്ന് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് നമ്മൾക്ക് കുറച്ച് പെരുംജീരകം കൂടി ചേർത്ത് കൊടുക്കാവേ. ഇപ്പൊ പെരുംജീരകമൊക്കെ എണ്ണയിൽ നല്ല മൂത്ത് വരുമ്പോൾ നല്ല രുചിയാണ്. അപ്പൊ അതും കൂടി ഒന്ന് മൂത്ത് വരട്ടെ. ഈ സമയത്ത് നമ്മൾക്ക് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചെമ്മീന്, അത് വെന്തോന്നൊക്കെ ഒന്നും കൂടി ഒന്ന് എടുത്തു നോക്കാം. ഇപ്പൊ ചെമ്മീനൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇനി അടുത്തതായിട്ട് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ നല്ല മൂത്ത് വരുന്നത് പോലെ വഴറ്റി കൊടുക്കണേ. എന്നാൽ മാത്രമേ കറികൾക്കൊക്കെ നല്ല തിക്കായിട്ടുണ്ടാവുള്ളൂ കറികളൊക്കെ. ഇനി വേഗം മൂത്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ നല്ല പോലെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ തക്കാളിയും കൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ തക്കാളിയും കൂടി നല്ല പോലെ വഴറ്റിയിട്ട് ഇതുപോലെ നല്ല ഉടഞ്ഞു വരണം എല്ലാം കൂടി. കണ്ടില്ലേ, എന്നാൽ മാത്രമേ കറികൾക്ക് നല്ല ടേസ്റ്റും നല്ല തിക്നെസ്സും ഉണ്ടാവുള്ളൂ. അപ്പൊ ഇനി ഇതിനാവശ്യമുള്ള പൊടികൾ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്തിരിക്കുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവേ.
അപ്പൊ ആ മസാലേന്റെ ഒക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണേ. അതുകൊണ്ട് നമ്മൾ നല്ല പോലെ ഇതിന്റെ കൂടെ ഇട്ടിട്ട് വഴറ്റി കൊടുക്കുക. ഇപ്പൊ നല്ല കാണുന്നില്ലേ, നല്ല തിക്കായിട്ട് ഗ്രേവി പോലെ കണ്ടില്ലേ? ഇതുപോലെ ആക്കുവാണെങ്കിൽ കറികളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവേ. ഇനി ഈ വേവിച്ചു വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി നമ്മൾക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എത്രമാത്രം നമുക്ക് ലൂസായിട്ട് വേണോ തിക്കായിട്ട് വേണോ അതിനനുസരിച്ച് നമുക്ക് ഈ സമയത്ത് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഇനി അടച്ചു വെച്ച് ഒന്നും കൂടി ആ ഗ്രേവിയും ചെമ്മീനും കൂടി എല്ലാം കൂടി ഒന്ന് മിക്സ് ആവട്ടെ. ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാവേ. തേങ്ങാപ്പാലാണ് ഇതിന്റെ ഒരു ടേസ്റ്റും കൂടിയേ. അപ്പൊ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾക്ക് അധികം തിളയ്ക്കണമെന്നില്ല, ഒരു സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചാലും മതിയാവും. ഓൾറെഡി നമുക്ക് ഗ്രേവിയും എല്ലാം ചെമ്മീനും എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ ഒന്ന് ചൂടാക്കിയാലും മതിയാവും. അങ്ങനെ എൻ്റെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വാങ്ങാവുന്ന നേരത്ത് കുറച്ച് കരിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമുക്ക് നമ്മളുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത റെസിപ്പി കാണാവേ. നേരത്തെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നത്തലി മീൻ. അപ്പൊ അതൊക്കെ ഇനി എണ്ണയിലോട്ടേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. നത്തല് നല്ല മൊരിഞ്ഞ് ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാം തിരിച്ചും മറിച്ചൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം, നല്ല പോലെ മൊരിഞ്ഞു വരട്ടെ. അപ്പൊ ഈ 2 റെസിപ്പിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒട്ടും മറക്കരുതേ. അപ്പോ എന്റെ ചെമ്മീൻ കറിയും നത്തൽ ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ആണ് ഈ ചെമ്മീൻ കറിക്ക്. അപ്പൊ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നേ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാവേ. അപ്പൊ അത്രയേ ഉള്ളൂ. താങ്ക് യു.